റേഷൻ കാർഡുള്ളവരെല്ലാം ശ്രദ്ധിക്കുക. വിഷൻ 2031 പദ്ധതിയുടെ വിഷൻ 2031 പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ റേഷൻ കടകളെ സ്മാർട്ട് റീട്ടെയിൽ ഔട്ട്ലെറ്റുകളുടെ ശൃംഖലയാക്കി മാറ്റുന്ന രീതിയിൽ സർക്കാർ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. നിലവിൽ ലഭിക്കുന്ന റേഷനരി, ഗോതമ്പ്, ആട്ട, മണ്ണെണ്ണ എന്നിവ കൂടാതെ റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന സപ്ലൈകോയുടെ 17 സബ്സിഡി ഉൽപ്പന്നങ്ങളും റേഷൻ കടകളിലേക്ക് എത്തിക്കും. ഇതിനു പുറമെ മിൽമയുമായി സഹകരിച്ച് പാലും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും റേഷൻ ഷോപ്പുകൾ വഴി ലഭ്യമാക്കും. ചെറുകിട ബാങ്കിംഗ് സേവനം കൂടാതെ പാചകവാതക വിതരണം തുടങ്ങിയ സംവിധാനങ്ങളും റേഷൻ ഷോപ്പുകൾ വഴി ലഭ്യമാക്കുവാനാണ് നീക്കമെന്ന് ഭക്ഷ്യമന്ത്രി പറയുന്നുണ്ട്. നിലവിലുള്ള റേഷൻ കടകളെ ആധുനികവൽക്കരിക്കുകയും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന കൺവീനിയൻസ് സ്റ്റോറുകളാക്കി മാറ്റുകയുമാണ് ലക്ഷ്യമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു. നിലവിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന റേഷൻ കടകളിലൂടെ മിൽമ, സപ്ലൈകോ, കേരഫെഡ്, ഇന്ത്യൻ ഓയിൽ എന്നിവയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും വീട്ടുപകരണങ്ങൾ, കാർഷികാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തും. 3 ഘട്ടമായി നടപ്പാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വർഷം നടപ്പാക്കുന്ന ആദ്യഘട്ടത്തിൽ 5 ജില്ലകളിൽ പൈലറ്റ് പദ്ധതി നടപ്പാക്കും. 2ാം ഘട്ടത്തിൽ പദ്ധതി എല്ലാ പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കും. 3ാം ഘട്ടത്തിൽ പദ്ധതിയെ ഏകജാലക സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയും കേന്ദ്രീകൃത നിരീക്ഷണം നടപ്പിലാക്കുവാനുമാണ് പദ്ധതിയിടുന്നത്. 2024 മാർച്ച് 31 വരെയുള്ള കണക്കുകൾ പ്രകാരം കേരളത്തിൽ 94,31,027 സാധുവായ റേഷൻ കടകളും 3,872 റേഷൻ കടകളുമാണുള്ളത്. റേഷൻ കടകളെ സപ്ലൈകോയുമായി ബന്ധപ്പെടുത്തി പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനാണ് പദ്ധതിയിടുന്നത്. ഇപ്പോഴത്തെ പരിമിതമായ ഉൽപ്പന്നങ്ങൾക്കപ്പുറത്ത് എല്ലാത്തരം ഉൽപ്പന്നങ്ങളും വിൽക്കാൻ കഴിയുന്ന റീട്ടെയിൽ കേന്ദ്രങ്ങളാക്കി റേഷൻ കടകളെ മാറ്റുക എന്നതാണ് പദ്ധതിയുടെ ദീർഘകാല ലക്ഷ്യമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി എം. ജി. രാജമാണിക്യം പറഞ്ഞു. റേഷൻ കടകളെ സാമ്പത്തികമായി ലാഭകരമാക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. സ്റ്റോറുകളാക്കി മാറ്റുകയും ലാഭകരമായി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ തന്നെ റേഷൻ വിഹിതങ്ങൾ നൽകുന്ന പൊതുവിതരണ കേന്ദ്രങ്ങളായുള്ള അവയുടെ പ്രവർത്തനം തുടരുകയും ചെയ്യും. സപ്ലൈകോയ്ക്ക് റേഷൻ കട ഉടമകളുമായി കരാറുകളിൽ ഏർപ്പെടുവാനും അവർക്ക് ക്രെഡിറ്റ് സൗകര്യം നൽകാൻ കഴിയുമെന്നും എം. ജി. രാജമാണിക്യം വ്യക്തമാക്കുന്നു. എണ്ണ, മുളക്, പയർ വർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള സബ്സിഡി ഉൽപ്പന്നങ്ങൾ റേഷൻ കടകളിൽ എത്തുന്നത് ജനങ്ങളെ ആകർഷിക്കുമെന്നും ഇത് റേഷൻ കടകളുടെ ലാഭത്തിൽ പ്രതിഫലിക്കുമെന്നും കേരള സ്റ്റേറ്റ് റീട്ടെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഓർഗനൈസിംഗ് സെക്രട്ടറിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ വരും നാളുകളിൽ റേഷൻ കടകൾ ഭൂരിഭാഗവും റേഷൻ സാധനങ്ങൾക്ക് പുറമെ സപ്ലൈകോയുടെ സബ്സിഡി പലവ്യഞ്ജനങ്ങളും, മിൽമ, കേരഫെഡ് എന്നിവയുടെ ഉൽപ്പന്നങ്ങളും, 5 കിലോയുടെ ഗ്യാസ് സിലിണ്ടറുകളും വീടുകളിലേക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങളുമൊക്കെ ലഭിക്കുന്ന സ്റ്റോറുകളായി മാറുന്നതാണ്. ഇപ്പോൾ സപ്ലൈകോകളിലും മാവേലി സ്റ്റോറുകളിലും പോയി വാങ്ങുന്ന സബ്സിഡി സാധനങ്ങൾ റേഷൻ കടകളിൽ തന്നെ ലഭിക്കുന്നത് കാർഡുടമകൾക്കും വലിയൊരു അനുഗ്രഹമായി തീരും. 2ാമത്തെ അറിയിപ്പ്. സംസ്ഥാനത്തെ നീലവെള്ള റേഷൻ കാർഡുള്ളവരിൽ നിന്നും മുൻഗണനാ കാർഡായ പിങ്ക് റേഷൻ കാർഡിന് അർഹതയുള്ളവർക്ക് പിങ്ക് റേഷൻ കാർഡിലേക്ക് കാർഡ് തരം മാറ്റുന്നതിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഒക്ടോബർ 20 വൈകിട്ട് 5 മണി വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കാം. വിധവകൾ, ഗുരുതര രോഗങ്ങളുള്ളവർ, ഭിന്നശേഷിക്കാർ, സ്വന്തമായി വീടോ വസ്തുവോ ഇല്ലാത്തവർ എന്നീ മാനദണ്ഡങ്ങളുള്ള കാർഡുടമകൾ ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കിയാൽ അപേക്ഷയ്ക്ക് പ്രത്യേക മുൻഗണന ലഭിക്കും. വിധവ, ഗൃഹനാഥയാണെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്, BPL പട്ടികയിൽ ഉൾപ്പെടാൻ അർഹതയുള്ളവർ, ഗ്രാമ, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പൽ സെക്രട്ടറിമാർ നൽകുന്ന സാക്ഷ്യപത്രം, ഏതെങ്കിലും ഭവന പദ്ധതി പ്രകാരം വീട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വീട് നൽകിയ വകുപ്പിൽ നിന്നുള്ള സാക്ഷ്യപത്രം എന്നിവ ഹാജരാക്കേണ്ടതാണ്. നീലവെള്ള കാർഡുള്ള 1,00,000-ഓളം പേർക്ക് പിങ്ക് കാർഡുകൾ അനുവദിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. 3ാമത്തെ അറിയിപ്പ്. ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായി നടക്കുകയാണ്. ഇനിയും വാങ്ങാത്തവർ അവസാന ദിവസങ്ങളിലേക്ക് നീട്ടിവെക്കാതെ എത്രയും വേഗം റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റുക. തുടർച്ചയായി 3 മാസം ഒരു റേഷൻ വിഹിതം പോലും വാങ്ങാതെ ഇരുന്നാൽ മഞ്ഞ, പിങ്ക്, നീല എന്നീ റേഷൻ കാർഡുകൾ തിരിച്ചെടുത്ത് പകരം പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡ് നൽകുന്ന നടപടി സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്ന കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.